The difference of the two smaller angles of a right triangle is 20 degrees. Calculate all three angles. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പായിട്ടും ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് ദ ടു സ്മോളർ ആംഗിൾസ്. സ്മോളർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസിനെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഈ രണ്ട് ആംഗിൾസും ഓഫ് കോഴ്സ് ദേ വിൽ ബി ലെസ് ദാൻ 90. ഇവര് 90യുടെ താഴെ ആയിരിക്കുള്ളൂ, ഉറപ്പാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ഒരിക്കലും ഒരു റൈറ്റ് ആംഗിളിനകത്ത് വരത്തില്ല. ഓക്കെ, അപ്പൊ ഒരെണ്ണം 90 ആണ്, മറ്റേത് രണ്ടുപേർക്കും നമുക്ക് എക്സ് എന്നും വൈ എന്നും നെയിം ഇട്ടേക്കാം. ഇയാൾ എക്സും ഇയാൾ വൈയും ആയിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് ദ ടു സ്മോളർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ചെയ്താൽ എനിക്ക് 20 കിട്ടണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ? എക്സ് മൈനസ് വൈ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ ദ 3 ആംഗിൾസ്. ഈ 3 ആംഗിൾസും കിട്ടണം. ഒരാംഗിൾ നമുക്ക് ഉറപ്പായിട്ട് 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? ഇനിയോ ഒരു ട്രയാങ്കിളിനകത്ത് എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോ എക്സ് പ്ലസ് വൈ പ്ലസ് 90 ചെയ്താൽ എനിക്ക് 180 കിട്ടണം. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ സേസ് the sum of angles in a triangle is always 180 degrees. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ കണ്ടീഷനില്ലേ, ഈ കണ്ടീഷനെ നമുക്കൊരു പ്രോപ്പർ ഇക്വേഷൻ ഫോമിലോട്ട് ആക്കണം. ഈ 90 നമുക്ക് എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് -90 ആവും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 മൈനസ് 90. 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 90 ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് ആയിട്ടുണ്ട് അല്ലേ? ഒരെണ്ണത്തിനകത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 എന്നും മറ്റേതിനകത്ത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 എന്നുമാണ്. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെയും ആഡ് ചെയ്തേക്കാം. അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ മൈനസ് വൈയും പ്ലസ് വൈയും ഉണ്ട്, കണ്ടോ? പോസിറ്റീവ് വൈ പ്ലസ് മൈനസ് വൈ ചെയ്താൽ 0 ആയി പോകും, y എലിമിനേറ്റ് ആയി. ബാക്കിയോ എക്സ് പ്ലസ് എക്സ് 2x വരും ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലോ റൈറ്റ് സൈഡിൽ 90 പ്ലസ് 20 110 വരും ആണല്ലോ. 110 വന്നു. ഇനി എക്സ് ഈക്വൽ ടു ആ 2നെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം അല്ലേ? 2 ഇവിടെ ജോലി 2ന്റെ ജോലി മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 110 ഡിവൈഡഡ് ബൈ 2 55 ഡിഗ്രീസ്. അങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, ഇവിടെ 55 ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 എന്നാണ് ഇരിക്കുന്നത്. എക്സിന്റെ വാല്യൂ നമുക്ക് 55 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 55 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 90 ആയി. അപ്പൊ വൈ കിട്ടണമെന്നുണ്ടെങ്കിൽ 55നെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം ആണല്ലോ. 55ന്റെ ജോലി അഡീഷൻ ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. റൈറ്റ് സൈഡിലോട്ട് പോയപ്പം മൈനസ് ആയി. അപ്പൊ 90 മൈനസ് 55, 90 മൈനസ് 50 ചെയ്താൽ 40. അപ്പൊ 55 സബ്ട്രാക്ട് ചെയ്താലോ 35. ഓക്കെ, അപ്പൊ വൈയുടെ വാല്യൂ 35 ഡിഗ്രീസ് എന്നാണ്. അങ്ങനെ ആ ട്രയാങ്കിളിനകത്തെ 3 ആംഗിൾസും കിട്ടി. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.